السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله على سيدنا محمد وعلى آله وصحبه الفائزين بالرضا. رب سبحانه وتعالى ഈ പവിത്രമായ മാസത്തിൽ ഈ പരിശുദ്ധ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നമ്മളെയും ബന്ധുമിത്രാദികൾ ഗുരുജനങ്ങളെയും അവൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഒരു ഹദീസിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖാല അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ ശിഷ്യന്മാർ ചോദിച്ചു. ആര് ചോദിക്കുന്നു എന്നില്ല, ശിഷ്യന്മാർ ചോദിച്ചു. യാ റസൂലല്ലാഹ് മാ ഹാദിഹിൽ അളാഹിയു, എന്താണ് പ്രവാചകരെ ഉദ്ഹിയ്യത്ത്, എന്താണ് റസൂലെ ഉളിഹ്യത്തിന്റെ അർത്ഥം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആട് മാട് ഒട്ടകങ്ങളെ ബലി അള്ളാഹുവിന് വേണ്ടി കൊടുക്കുമ്പോൾ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് പ്രവാചകരെ എന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് സുന്നത്തു അബീക്കും ഇബ്രാഹിം. അതാണ് അതിന്റെ മർമ്മം. അതാ നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചര്യയാണത്. ഇബ്രാഹിം നബിയുടെ ചര്യയാണ്. നമുക്കറിയാം, ആ വിഷയത്തിലോട്ട് അധികം നീട്ടുന്നില്ല. ഇബ്രാഹിം നബി എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാ മതങ്ങളും, ക്രിസ്തു മതമായിക്കൊള്ളട്ടെ, ഹിന്ദു മതമായിക്കൊള്ളട്ടെ, എല്ലാ മതങ്ങളും ഒരു പുണ്യപുരുഷനായി കാണുന്നതാണ്. അതിനുള്ള വലിയൊരു തൗഫീഖ് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടല്ല. അങ്ങനെയുള്ള ഇബ്രാഹിം നബിയുടെ ചര്യയാണ്, ഇബ്രാഹിം നബിയുടെ സുന്നത്താണത്. അതാണ് ഉളുഹിയ്യത്തിന്റെ മർമ്മമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് പറയുന്നു. അതാണ് ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ. അതാ എന്താ ഇബ്രാഹിം നബി? നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സമ്പൂർണമായി അള്ളാഹുവിനെ സമർപ്പിച്ച ആളാണ്. സമ്പൂർണ്ണ സമർപ്പണം. അദ്ദേഹത്തിന്റെ ജീവിതവും മരണവും കുടുംബവും അദ്ദേഹത്തിന്റെ തൊഴിലും അദ്ദേഹത്തിന്റെ സമ്പാദ്യവും മുഴുവനും അള്ളാഹുവിന് വേണ്ടി കൃത്യമായി സമർപ്പിച്ച് ഒരു ഉന്നതമായ മാതൃക കാണിച്ച ആളാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അൻആം 160-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം إلى صراط مستقيم دينا قيما ملة إبراهيم حنيفا وما كان من المشركين. എടുത്ത് നോക്കാം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്, അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്ന ഖുൽ നബിയെ താങ്കൾ പ്രഖ്യാപിക്കണം, താങ്കൾ ജനങ്ങളോട് വിളിച്ചു പറയണം, മാലോകർ മുഴുവൻ കേൾക്കണേ പറയണം. ഇന്നനി ഹദാനി റബ്ബി, അല്ലാഹു തആല എന്നെ നയിച്ചിരിക്കുന്നു, എൻ്റെ റബ്ബാണ് എന്നെ നയിക്കുന്നത്, എന്നെ നേർവഴിയിലേക്ക് നയിക്കുന്നത് എൻ്റെ റബ്ബാണ്, ഹിദായത്ത് നൽകിയത് എൻ്റെ റബ്ബാണ്. എങ്ങോട്ട്? ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ വഴിയിലേക്ക് എന്നെ നയിക്കുന്നത് എൻ്റെ റബ്ബാണ്, റബ്ബി എൻ്റെ അള്ളാഹുവാണെന്ന് ജനങ്ങളോട് വിളിച്ചു പറയണേ അള്ളാഹിന്റെ റസൂലേ. അള്ളാഹു കൽപ്പിക്കുകയാണ്. എങ്ങനെയുള്ളതാണ്? ദീനം ഖയ്യിമം, യഥാർത്ഥ ദീൻ, യഥാർത്ഥ മതമാണ് ഇസ്ലാം. അതിലേക്ക് എന്നെ നയിച്ചത് അള്ളാഹുവാണ്, ഹിദായത്ത് നൽകിയത് എൻ്റെ റബ്ബാണ്.
അത് ആരുടെ ചര്യയാണ്? മില്ലത ഇബ്രാഹിം. മറ്റുള്ള മതങ്ങൾ ഇബ്രാഹിം നബിയുടെ വക്താക്കളാണെന്ന് പറയുമെങ്കിലും യഥാർത്ഥത്തിൽ റസൂലെ താങ്കൾ പ്രഖ്യാപിക്കണം, അങ്ങാണ് ഇബ്രാഹിം നബിയുടെ ചര്യ പിന്തുടരുന്ന ആൾ, അതിലേക്ക് എന്നെ നയിച്ചത് അള്ളാഹുവാണെന്ന് ജനങ്ങൾ മുഴുവൻ കേൾക്കണം, അങ്ങ് വിളിച്ചു പറയണം, പ്രഖ്യാപിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ. എല്ലാവരും പറയും ഞങ്ങളാണ് ഇബ്രാഹിമിൻ്റെ ആൾ അല്ലേ? എല്ലാ മതങ്ങളും പറയും, എല്ലാ ഇസങ്ങളും പറയും. പക്ഷെ അള്ളാന്റെ റസൂലിനോട് പറയുന്നു, അള്ളാന്റെ റസൂൽ അങ്ങ് ഭയപ്പാട്, അങ്ങ് ഉറക്കെ വിളിച്ചു പറഞ്ഞോ, ആ ഇബ്രാഹിം നബിയുടെ കൃത്യമായ വഴിയിലേക്ക് എന്നെ അല്ലാഹു തആല കൃത്യമായി നിയോഗിച്ചു. എന്റെ ദീൻ ഇബ്രാഹിം നബിയുടെ ദീനാണ്. മില്ലത്ത ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ ചര്യയാണ്, ഇബ്രാഹിം നബിയുടെ സുന്നത്താണ് എൻ്റെ ജീവിതം എന്ന് അങ്ങ് പ്രഖ്യാപിക്കണം നബിയെ. എങ്ങനെയുള്ള ഇബ്രാഹിം നബിയാണ്? ഹനീഫ, ഋജു മനസ്കനായ, ഏറ്റവും സംശുദ്ധമായ ഹൃദയത്തിനുടമയായ, ലോകമെല്ലാവരും വാഴ്ത്തി പറയുന്ന ഇബ്രാഹിം നബിയുടെ യഥാർത്ഥ ദീനിൽ ഇസ്ലാമാണ്, പ്രവാചകരെ അങ്ങ് തന്നെയാണെന്ന് അങ്ങ് മാലോകരോട് വിളിച്ചു പറയണമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അത് യഥാർത്ഥ വഴിയാണ്, അതാണ് ഋജുവായ വഴി. വമാ കാന മിനൽ മുശ്രിക്കീൻ, ഞാൻ ബഹുദൈവ ആരാധകരിൽ പെട്ടതല്ല എന്ന് അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് ജനങ്ങളോട് വിളിച്ചു പറയണമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ ആ ഇബ്രാഹിം വഴിയാണ് ഏറ്റവും വലുത്. ആ ഇബ്രാഹിം വഴിയാണ് ഉദ്ഹിയ്യത്ത്. മനസ്സിലായില്ലേ? നമ്മളിപ്പോ പറഞ്ഞ എന്താ? അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹ് പറഞ്ഞ എന്ത്? ഇബ്രാഹിം വഴിയാണ് ഞാനെന്ന് വിളിച്ചു പറയണം. അതാണ് സിറാത്തും മുസ്തഖീം, യഥാർത്ഥ വഴി അതാണ്. ബാക്കിയുള്ള മുഴുവൻ വഴികളും തെറ്റായ വഴികളാണ്. അള്ളാഹുവിലേക്ക് എത്തേണ്ടത് ഇബ്രാഹിമിയ വഴികളിലൂടെയാണ്. ആ സച്ചിതരായ ആളുകൾ പോയ വഴിയിലാണ് അങ്ങും പോകുന്നത്. അതിലേക്ക് അങ്ങേ നയിച്ചതാരാണ്? അള്ളാഹുവാണ്. ഹദാനി റബ്ബി, ആ വഴി എനിക്ക് കാണിച്ചു തന്ന ആരാണ്? അള്ളാഹുവാണ്. അത് അങ്ങ് പറഞ്ഞോ? അത് ഇബ്രാഹിം നബിയുടെ കൃത്യമായ വഴിയാണ്. ആ ഇബ്രാഹിം നബിയുടെ ചര്യയാണ് ഉളഹിയത്തെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഉളഹിയത്തിലെല്ലാം പെട്ടു. മനസ്സിലായില്ലേ? ഉളഹിയത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഇതാണ്, ഇബ്രാഹിം നബിയുടെ വഴിയാണ്. ഇബ്രാഹിം നബിയുടെ വഴി എല്ലാവരും അവകാശപ്പെടുന്ന ഇബ്രാഹിം നബിയുടെ വഴിയാണ്. ആ വഴി റസൂലിനെ കിട്ടി. ആ ഇബ്രാഹിം നബിയുടെ സുന്നത്താണ്. എന്താണ് പ്രവാചകരെ ഉളഹിയത്ത്? കേവലം അറുക്കലാണോ? കുറെ ആടിനെ വാങ്ങിച്ചു, കുറെ ഒട്ടകത്തെ വാങ്ങിച്ചു, കുറെ പോത്തുകളെ വാങ്ങിച്ച് വെറുതെ അറുക്കലാണോ? അല്ല, കൃത്യമായി അതിലടങ്ങിയിരിക്കുന്നത് സുന്നത്തു അബീക്കും ഇബ്രാഹിം. അതാണ് നിങ്ങളുടെ പൂർവ്വപിതാവായ ഇബ്രാഹിമിന്റെ കൃത്യമായിട്ടുള്ള ജീവിതമാണത്. അതാണ് ഉളഹിയത്തിലൂടെ കരസ്ഥമാക്കേണ്ടതെന്ന് നബിയുനാ റസൂലുള്ളാഹി. സമർപ്പണം. ഉളഹിയ തറക്കുന്നത് എന്താണ്? സമർപ്പണമാണ്. ഇബ്രാഹിം നബി അള്ളാഹുവിന് സമർപ്പിച്ചല്ലോ, തൻ്റെ ജീവിതം സമർപ്പിച്ചു. ചരിത്രത്തിലോട്ടൊന്നും പോകുന്നില്ല. തൻ്റെ ജീവിതം സമർപ്പിച്ചു, ജീവിതത്തിന്റെ എല്ലാ മേഖലയും സമർപ്പിച്ചു. തൻ്റെ മക്കളില്ലാതെ എത്രയോ കൊല്ലം ജീവിച്ചു, മക്കളില്ലാതെ വിഷമിച്ചില്ലേ? അവസാനം വയസ്സുകാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ നൽകിയില്ലേ? അത് ക്ഷമയാണ്. മക്കളെ നൽകി. എത്രയോ വയസ്സായി. ബഹുമാനപ്പെട്ട ഹാജറ, അവിടുത്തെ പ്രിയപ്പെട്ട ഭക്തിയായ ഹാജറ ഉമ്മ വയസ്സായി, അദ്ദേഹവും വയസ്സായി. മക്കളില്ലാത്ത സമയം അതുവരെ ക്ഷമിച്ചു നിന്നു. ഇന്ന് ക്ഷമയുണ്ടോ നമുക്ക്? അതാണ് ഇബ്രാഹിം നബിയുടെ ചര്യ എന്ന് പറഞ്ഞ ക്ഷമയാണ്. കണ്ടില്ലേ നെടുമ്പാശ്ശേരിയിൽ ഇന്നലെ മിനിഞ്ഞാന്ന് ദിവസം ഉണ്ടായത്? ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ, 24 വയസ്സുള്ള ഇവിൻ ജിജോ എന്ന് പറയുന്ന 24 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ രാത്രി ജോലിക്ക് പോയതാ, രാത്രി ഡ്യൂട്ടിക്ക്, നൈറ്റ് ഡ്യൂട്ടിക്ക്. 24 വയസ്സേ ഉള്ളൂ. അച്ഛനും അമ്മയും കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തിയതാണ്. രണ്ടുപേരും ഡോക്ടർമാരാണ്, രോഗികളെ ശുശ്രൂഷിക്കുന്ന ആളുകളാണ്. ലിറ്റിൽ ഫറോൾ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ഇദ്ദേഹം. ഈ പറയുന്ന ഇബിൻ ജിജോയുടെ അച്ഛൻ. എന്താ സംഭവിച്ചത്? സൈഡ് കൊടുക്കാത്തതിൻ്റെ പേരിൽ ചെറുതായിട്ടൊന്ന് മിറർ തട്ടി CISF ഉദ്യോഗസ്ഥരുടെ വാഹനം കൊണ്ടുവന്ന് ഇവരുടെ വാഹനത്തിന്റെ മിറർ തട്ടിച്ചു. വർത്താനമായി, സംസാരമായി. എത്ര ക്രൂരമാണ് മുഅ്മിനീങ്ങളെ! ഇതിവിടെ കേരളത്തിൽ നടക്കുകയാണ്. വണ്ടി അവിടെ വെച്ചു, ഇടിച്ച് പരുവമാക്കി. വണ്ടിയുടെ ഫ്രണ്ടിൽ കയറി നിന്നപ്പോൾ വണ്ടി ഇടിപ്പിച്ച് ബോണറ്റിൽ 1 കിലോമീറ്ററുകളോളം വലിച്ചഴച്ചു.
ഈ ജിജോ എന്ന് പറയുന്ന 24 വയസ്സുകാരൻ, അദ്ദേഹത്തിന്റെ ശരീരം കാറിന്റെ ബോണറ്റ് ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് 1 കിലോമീറ്ററാണ് കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് സഡൻ ബ്രേക്ക് ഇട്ട് അദ്ദേഹത്തെ വീഴ്ത്തിയിട്ട് ആ വീഴ്ത്തിയ ശരീരത്തിലൂടെ വണ്ടി കയറ്റിയിട്ട് 10-200 മീറ്റർ വലിച്ചിഴയ്ക്കുകയാണ്. കുറ്റബോധമില്ല. ആരാണ് ചെയ്യുന്നത്? മറ്റുള്ള ആളുകളുടെ സമ്പത്ത് സംരക്ഷിക്കേണ്ട, ജീവൻ സംരക്ഷിക്കേണ്ട പ്രതിജ്ഞ എടുത്ത പോലീസ് ഉദ്യോഗസ്ഥരാണ് ചെയ്യുന്നത്. ക്ഷമയില്ല. ഇജോടെ അമ്മ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെയായിരുന്നെങ്കിൽ എൻ്റെ മക്കൾ, ഞാൻ യൂറോപ്പിലോട്ട് എനിക്ക് പ്ലേസ്മെന്റ് കിട്ടിയതാണ്, യൂറോപ്പിൽ പോയി താമസിക്കാൻ. ഈ നാട് ഇത്രത്തോളം മോശമായാലും അമ്മ കരയുകയാണ്. എന്തു പറ്റി നമ്മുടെ കേരളത്തിൽ? ക്ഷമയില്ല. പുതിയ തലമുറക്ക് ക്ഷമയില്ല. കൊലപാതകങ്ങൾ അധികരിക്കുന്നു. ഇത്രയും വൃത്തികെട്ടതായോ എൻ്റെ രാജ്യം? ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സ്വന്തം രാജ്യത്തിന് താമസിക്കാമല്ലോ, യൂറോപ്പിൽ പോകണ്ട, എൻ്റെ മക്കളെയൊക്കെ ഇവിടെ പഠിപ്പിച്ച് ഇവിടെ തന്നെ താമസിക്കാമല്ലോ എന്ന് ഓർത്തത്. പക്ഷേ എൻ്റെ മകന്റെ ജീവൻ വരെ കാരണമായി. എന്തു പറ്റി നമ്മുടെ രാജ്യത്തിന്? എന്തു പറ്റി എൻ്റെ സമൂഹത്തിന്? ആ അമ്മ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. കാരണം ക്ഷമയില്ല. ഇബ്രാഹിം നബി വരച്ച് കാണിക്കുന്നു. എത്രയോ വയസ്സായി, പൊറുതിമുട്ടിയില്ല, അള്ളാഹിനോട് ചോദിച്ചു. ഏറ്റവും വലിയ മാതൃക കാണിച്ചു കൊടുത്തു. ക്ഷമയുടെ പര്യായമാണ് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അതാണ് ഉളുഹിയ്യത്തിലൂടെ നിങ്ങൾ കാണിക്കേണ്ടത്. ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ ക്ഷമ പഠിപ്പിക്കലാണ്. സ്വന്തം ഭാര്യയും മക്കളെയും കൈക്കുഞ്ഞിനെയും കൊണ്ട് വിജനമായ ആരാരുമില്ലാത്ത മരുഭൂമിയിൽ കൊണ്ടുപോയി താമസിപ്പിക്കാൻ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മളാണെങ്കിൽ ചെയ്യുവോ? അള്ളാഹുവിന്റെ കൽപ്പന വന്നു. സ്വന്തം കൈക്കുഞ്ഞാണ്, എത്രയോ കാലം ദുആ ചെയ്ത് കിട്ടിയതാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ. അള്ളാഹു പറഞ്ഞു, ഈ മകനെയും സ്വന്തം ഭാര്യനെയും കൊണ്ട് ആരാരും ഒരൊറ്റ കുട്ടി പോലും ഇല്ലാത്ത മക്കയിൽ കൊണ്ടുപോയി, വിജനമായ മക്കയിൽ കൊണ്ടുപോയി കഅബയുടെ ചാര കൊണ്ട് താമസിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചൊരു മറുവാക്ക് പോലും പറയാതെ അള്ളാഹുവിന്റെ കൽപ്പന നിർവഹിച്ച ആളാണ് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. വത്തബിഊ മില്ലത ഇബ്രാഹിം. ഇബ്രാഹിമിൽ നല്ല മാതൃകയുണ്ട്, നിങ്ങൾ പിൻപറ്റണേ. അള്ളാഹുവിന്റെ പരീക്ഷണം വന്നില്ലേ? വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കിയില്ലേ നമ്രൂദ്? തീക്കുണ്ടാരം ഉണ്ടാക്കിയില്ലേ? തൗഹീദ് ലോകത്ത് ഉച്ചൈസ്വരം പ്രഖ്യാപിച്ചപ്പോൾ ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ പോലും ആദർശം പണയം വെക്കാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ആ വലിയ തീക്കുണ്ടാരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ മാതൃക കാണിച്ച നേതാവാണ് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. ഇതാണ് മാതൃക. ഇതാണ് ഉളുഹിയ്യത്ത്. കേവലം ഒരു ആടിനെ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഒരു മഹൽ ഓഫീസിൽ കൊണ്ടുപോയിട്ട് 10,000 രൂപ 9,000 രൂപ കൊടുത്തിട്ട് റെസിപ്റ്റ് വാങ്ങിച്ചാൽ അതാണ് വലിയ സംഭവം എന്ന് ഓർത്തിരിക്കുകയാണോ? അല്ല. എന്താണ് ഉളുഹിയ്യത്ത്? പ്രവാചകരെ, സുന്നത്തു അബീക്കും ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മാതൃകയാണ് ഉളുഹിയ്യത്ത്. അതാണ് ഉളുഹിയ്യത്ത്. അതാണ് ഉളുഹിയ്യത്ത്. ആ ഉളുഹിയ്യത്ത് നിങ്ങൾ നിർവഹിക്കണം. അതാണ് ഏറ്റവും വലിയ കർമ്മം. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയാണ് മഹാനവറുകളെ പരീക്ഷിച്ചത്. എല്ലാത്തിലും ക്ഷമ കൊണ്ടു, എല്ലാത്തിലും ക്ഷമ കൊണ്ടു, എല്ലാം ക്ഷമയോടുകൂടി മനസ്സിലാക്കി ഉത്തമമായ മാതൃക കാണിച്ചു. അങ്ങനെ മാതൃക കാണിക്കുമ്പോൾ അള്ളാഹിന്റെ റസൂല് പറയുന്നു, എന്താണ് റസൂലെ ഉളുഹിയ്യത്തിന്റെ പ്രതിഫലം എന്താണ്? ഖാലു ഫമാ ലനാ ഫീഹാ യാ റസൂലല്ലാഹ്. ഞങ്ങൾ ഉളുഹിയ്യത്ത് ചെയ്യുമ്പോൾ ഇബ്രാഹിം നബിയുടെ സുന്നത്തുകൾ മനസ്സിലാക്കി, ജീവിതത്തിലെ വിശുദ്ധി മനസ്സിലാക്കി, ക്ഷമ മനസ്സിലാക്കി, സബർ മനസ്സിലാക്കി, തൗഹീദ് മനസ്സിലാക്കി, എല്ലാം മനസ്സിലാക്കിയിട്ട് ഞാൻ ഉളുഹിയ്യത്തിൽ ഒരു ഷെയർ കൂടുമ്പോൾ, ഒരാടിനെ അറുക്കുമ്പോൾ ഞങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം എന്താണ് പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ അള്ളാന്റെ റസൂല് പറഞ്ഞു, ബികുല്ലി ശഅറത്തിൻ ഹസനത്തുൻ. അടിവരയേണ്ട പോയിന്റാണ്. നിങ്ങൾ അറുക്കുന്ന ആടിന്റെ, നിങ്ങൾ അറുക്കുന്ന മൃഗത്തിന്റെ ഓരോ രോമങ്ങൾക്കും നിങ്ങൾക്ക് പ്രതിഫലം അള്ളാഹു നാളെ എണ്ണിത്തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഉളുഹിയ്യത്ത്. അതാണ് ഉളുഹിയ്യത്ത്. സഹാബികൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, നെയ്യാടുകൾക്കും അങ്ങനെയാണോ? നെയ്യാടുകൾക്കും അങ്ങനെയാണോ പ്രതിഫലം കിട്ടുന്നത് യാ റസൂലല്ലാഹ്? ബികുല്ലി ശഅറത്തിൻ മിനസ്സൂഫി ഹസനത്തുൻ. അതെ, നെയ്യാടിന്റെ ഓരോ കമ്പിളിയിൽ നിന്നുള്ള ഓരോ രോമങ്ങൾക്കും നിങ്ങൾക്ക് അല്ലാഹു നാളെ മഹ്ശറയിൽ വെച്ച് കൃത്യമായ പ്രതിഫലം നൽകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, എത്ര ആളുകളാണ് നമ്മുടെ മഹൽ, എത്ര ആളുകളാണ് ഉളുഹിയ്യത്തിന് വേണ്ടി അർഹരായ ആളുകൾ തന്നെ മാറി നിൽക്കുന്നത്?
അവര് ഉദയത്തുണ്ടെന്നുള്ളത് അത് അവര് നടത്തേണ്ടതല്ലേ, ഇന്ന ആളുകൾ നടത്തേണ്ടതല്ല, നമ്മൾക്ക് ഇറച്ചി വാങ്ങിച്ചാൽ പോരെ. അല്ല, കഴിവുള്ള എല്ലാ ആളുകളും ഉദയത്തിന് കയറണം. ഉപേക്ഷിക്കൽ ശക്തമായ കറാഹത്താണ് മുഅ്മിനീങ്ങളെ. ഉദയത്ത് എന്നുള്ളത് ശക്തമായ സുന്നത്താ. സുന്നത്തിൽ തന്നെ പല വിധമുണ്ട്. ഫിഖ്ഹിന്റെ കിതാബിൽ കാണാം സുന്നത്തുൻ മുഅക്കദത്തുൻ എന്നാ പറയുന്നത്. ശക്തമായ സുന്നത്ത്, ഫർദിനോട് അടുത്തിരിക്കുകയാണ്. ഫർദാണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഫർദിനോട് അടുത്തിരിക്കുന്ന ശക്തമായ സുന്നത്താണ് ഉദയ്യത്ത്. ഉപേക്ഷിക്കലോ കറാഹത്താണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അൽഹംദുലില്ലാഹ്, നമ്മുടെ മഹലിൽ കണ്ടില്ലേ, എല്ലാ വർഷവും പോലെ ഈ വർഷവും ഷെയറിന് വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇൻഷാ അല്ലാഹ് 9,000 രൂപയാണ് ഒരു ഷെയറിന് പറഞ്ഞത്. നിങ്ങൾ അത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻഷാ അല്ലാഹ് റെഡിയാക്കാൻ, അതിലേക്കൊന്നും പോകുന്നില്ല. പല ആളുകളും ആ വിഷയത്തിൽ അലംഭാവം കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എത്ര ആളുകൾക്ക് കഴിവുണ്ട്, കല്യാണമൊക്കെ നടത്തുന്നത് കണ്ടില്ലേ, എത്ര ദിവസത്തെ കല്യാണമാണ്, 3-4 ദിവസത്തെ കല്യാണം നടത്താം. ഉദയത്തിന്റെ വിഷയം വരുമ്പം പിന്നോട്ടടിക്കുകയാണ്. മകന്റെ ഒരു ബർത്ത്ഡേ നടത്തുമ്പോൾ നല്ല കാശ് ചെലവാക്കുന്നുണ്ട്, വലിയപെരുന്നാൾ വരുമ്പോൾ ഉദയത്തിന്റെ വിഷയം പറയുമ്പോൾ പിന്നോട്ടടിക്കുകയാണ്. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കൂലി വേണ്ടേ? അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന ഗൗരവപരമായ ഒരു ഹദീസ് ഞാൻ സമയം അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ വജദ സഅതൻ ഫലം യുളഹി ഫലാ യഖ്റുബന്ന മുസല്ലാന. ഉദയത്തിന് കഴിവുണ്ട്, ബാങ്കിൽ ക്യാഷ് ഇരിപ്പുണ്ട്, അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ട്, അലമാരയിൽ ക്യാഷ് മകൻ അയച്ചു കൊടുക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ വർഷങ്ങളായിട്ട് ഉദയത്തിനൊന്നും ചേരാറില്ല. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അതിന്റെ ഗൗരവം. പക്ഷെ അദ്ദേഹം അത് മനസ്സിലാക്കി, ഉദയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി, ഉദയത്തിന്റെ പ്രതിഫലം മനസ്സിലാക്കി, ഉദയന്റെ കൃത്യമായ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കിയിട്ടും ഉദയത്തിൽ പങ്കുചേർന്നില്ലെങ്കിൽ, ആടിനെ പരിശുദ്ധമായ ബലിപെരുന്നാൾ ദിവസത്തിൽ ഉദയത്തിൽ നിങ്ങൾ ചേർന്നില്ലെങ്കിൽ ഫലാ യഖ്റുബന്ന മുസല്ലാന, നമ്മുടെ മദീനത്തെ പള്ളിയിലേക്ക് നിങ്ങൾ നിസ്കരിക്കാൻ വരേണ്ട കാര്യമില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ ഉണർത്തിയതാണ്. അത്രക്ക് ഗൗരവമാണ്, അത്രക്ക് പരിശുദ്ധമാണ്, അത്രക്ക് വലിയ ദറജ കിട്ടുന്ന വലിയ കാര്യമാണ് ഉദഹിയത്ത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്നാ അഅതൈനാകൽ കൗസർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അഅതൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഫസ്വല്ലി, നീ പരിശുദ്ധമായ ബലിപെരുന്നാൾ നമസ്കാരം നിസ്കരിക്കണം. വൻഹർ, എന്നിട്ട് നീ ഉളഹിയത്ത് മറക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഫസ്വല്ലി ലിറബ്ബിക, നിന്റെ അള്ളാഹുവിന് വേണ്ടി, നിനക്ക് സമ്പാദ്യം തന്ന നിനക്ക് അള്ളാഹു ഇല്ലേ? പൈസ തരുന്നുണ്ടല്ലോ, വീടുണ്ടല്ലോ, ക്യാഷ് ഉണ്ടല്ലോ, ആരോഗ്യമുണ്ടല്ലോ, സമ്പത്തുണ്ടല്ലോ, മക്കളുണ്ടല്ലോ, എല്ലാം ഉണ്ടല്ലോ നിനക്ക്. ആ അള്ളാഹുവിന് വേണ്ടി നീ പരിശുദ്ധമായ ബലിപെരുന്നാൾ ദിവസത്തിൽ പെരുന്നാൾ നമസ്കരിക്കണം, എന്നിട്ട് പോണമെന്നല്ല, വൻഹർ, എന്നിട്ട് നീ ഉളഹിയത്തിൽ പങ്കെടുക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ. മനസ്സിലാക്കണ്ടേ? അതുകൊണ്ട് അതിൻ്റെ ഒരു ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. നാളെ അള്ളാഹുവിൻ്റെ മഹ്ശറയിൽ നമ്മൾ ഉളഹിയത്തിന് ചേർന്ന മൃഗം അള്ളാഹുവിൻ്റെ മഹ്ശറയിൽ വെച്ച് നമ്മുടെ അടുക്കിലേക്ക് വരുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റസൂൽ പറയുന്നു തിരുനബി, ഏതൊരാൾ ഉളഹിയത്ത് അറുതാലതെത്തും നാളെ ഖബർ സമീപത്ത്, അതിനുള്ള രോമം സ്വർണമാണിരു കണ്ണുകൾ, മാണിക്യമാ കൂടാതെ പൊന്നാ കൊമ്പുകൾ. അത് സാഹിബുൽ ഖബറോട് പറയും, വന്ന് ഞാൻ നിന്റെ ഉളഹിയത്താ നടക്കരുതിന്ന്. ഉടൻ തന്നെ കയറും തൽക്ഷണം കൊതിക്കുന്നതാ, അർശിന്റെ തണലിൽ ചെന്നതും നിൽക്കുന്നതാ. പ്രവാചകൻ പറയുന്നു, അള്ളാഹുവിന് വേണ്ടി ഇബ്രാഹിം നബിയുടെ സുന്നത്ത് മനസ്സിലാക്കി, തൗഹീദ് മനസ്സിലാക്കി, അർപ്പണം മനസ്സിലാക്കി, പ്രതിഫലം മനസ്സിലാക്കി നീ ഉളഹിയത്ത് ചെയ്താൽ നിന്റെ ഖബറിനരികിൽ ഉളഹിയത്ത് നീ അർത്ഥം മൃഗം വരും.
നിന്നെ അതിലോട്ട് കയറ്റും. ആ മൃഗത്തിന്റെ പ്രത്യേകത എന്താണ്? സ്വർണം കൊണ്ടുള്ള രോമമായിരിക്കും. സ്വർണം കൊണ്ടുള്ള രോമമായിരിക്കും. നിന്നെ ആദരിച്ചുകൊണ്ട് അള്ളാഹു ആ മൃഗത്തെ അങ്ങനെ കൊണ്ടുവരും. അള്ളാഹുവിന് അതിന് കഴിവുണ്ട്. സ്വർണത്തിന്റെ രോമമുള്ള മൃഗമായിരിക്കും, ആടായിരിക്കും, അല്ലെങ്കിൽ ഉരുവായിരിക്കും. അതിന്റെ കണ്ണുകൾ പൊന്നായിരിക്കും. അതിന്റെ കൊമ്പുകൾ വലിയ മനോഹരമായ കൊമ്പുകളുള്ള ആ മൃഗം വന്നിട്ട് പറയും, മോനെ നീ നടക്കണ്ട, നീ മഹ്ശറിലോട്ട് നടക്കണ്ട, നീ എൻ്റെ പുറത്ത് കയറിക്കോ. അങ്ങനെ ആ ഉളഹിയത്തിന്റെ മൃഗത്തിന്റെ പുറത്ത് കയറിക്കൊണ്ട് നാളെ അള്ളാഹുവിന്റെ സന്നിധിയിൽ അർശിന്റെ തണലിന്റെ താഴെ പോയി ആ മൃഗം നിനക്ക് സൗകര്യമായി അള്ളാഹുവിന്റെ പ്രത്യേകമായിട്ടുള്ള VIP ലോഞ്ചിൽ അർശിന്റെ തണലിൽ നിനക്ക് സംവിധാനം ചെയ്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെയാണ് പ്രതിഫലം. അടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. നമ്മുടെ കുടുംബത്തിന് വേണ്ടി എല്ലാവരും ഉള്ളതല്ലേ, ഭാര്യയും മക്കളുമൊക്കെ, അവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരാളെ ഏറ്റെടുക്കുക. അതിനുവേണ്ടി കഴിവുകൾ നിങ്ങൾക്ക് സ്വന്തമായി വീടുകളിൽ കഴിയാൻ പറ്റുന്നുണ്ടോ, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ചെയ്യുക. മഹല്ലുമായി സഹകരിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരൊക്കെ സഹകരിച്ച് ഐക്യത്തോടു കൂടി ഇൻഷാ അല്ലാഹ് നമ്മളത് വിജയിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ സഹോദരി, ഇന്ത്യയുടെ സഹോദരി കണ്ടില്ലേ, നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ സോഫിയ ഖുറൈശി, അവരുടെ ഉപ്പയുടെ ഉപ്പ ഇന്ത്യൻ ആർമിയിൽ ഒരു മതപണ്ഡിതനായിരുന്നു, ഭർത്താവും ആർമിയിലാണ്. 2-3 ദിവസങ്ങളായിട്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി വിവരിച്ചുകൊണ്ട് മീഡിയകളിൽ വന്ന് അന്താരാഷ്ട്ര മീഡിയകൾ നോക്കി നിൽക്കെ സോഫിയ ഖുറൈശിയും അതുപോലെ തന്നെ വേറൊരു സഹോദരിയുമാണ് വിവരിച്ചത്, വ്യോമിക സിംഗ് എന്ന് പറയുന്ന സഹോദരി. 2 പേരാണ്. എന്താണ് ഓപ്പറേഷനിൽ നടന്നത്? അവരും കൃത്യമായി ഓപ്പറേഷൻ കേണൽ പദവി അലങ്കരിക്കുന്ന ഒരു സ്ത്രീയാണ്. പാരമ്പര്യമായി പട്ടാള ഫാമിലിയാണ്, മുസ്ലിമാണെന്ന് ഉച്ചൈസ്വരം പ്രഖ്യാപിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിയാണ്. രാജ്യത്തോട് ഏറ്റവും കൂടുതൽ കൂറുള്ള ആളാണ്. എല്ലാം നോക്കിക്കേ, മധ്യപ്രദേശിലെ മന്ത്രി എന്താ പറഞ്ഞതെല്ലാം കഴിഞ്ഞിട്ട് തീവ്രവാദികളുടെ സഹോദരിയാണ് സോഫിയ ഖുറൈശി. സുബ്ഹാനല്ലാഹ്. തീവ്രവാദികൾക്ക് വേണ്ടി പാദസേവ ചെയ്തത് കുഴപ്പമില്ല. കൃത്യമായി തീവ്രവാദികളുടെ ലക്ഷ്യങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തീവ്രവാദികളെ ആക്രമിച്ചപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത, അത് ലോക മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു പറഞ്ഞ, മുസ്ലിമായതിന്റെ പേരിൽ കേണൽ പദവി അലങ്കരിക്കുന്ന, ഉന്നതമായ പോസ്റ്റിൽ നിൽക്കുന്ന ഒരാൾക്ക് കിട്ടുന്നതാണ് എന്ത് കിട്ടും കാര്യമില്ല. നിങ്ങൾ മുസ്ലിമാണ്, നിങ്ങൾ രാജ്യത്തോട് സ്നേഹമില്ലെന്നാ പറയുന്നത്. രാജ്യത്തോട് സ്നേഹമുള്ളത് ആർക്കാ? ഇന്ത്യയുടെ രഹസ്യങ്ങൾ കൃത്യമായി പാകിസ്ഥാന് ചോർത്തി കൊടുക്കുന്ന സംഘപരിവാറിനാണ് രാജ്യത്തിന്റെ സ്നേഹം. അത് ചോദിക്കാൻ പാടില്ല. അത് ചോദിച്ചാൽ UAPA ചുമത്തി ജയിലിലിടുമെന്നാ പറയുന്നത്. അപ്പൊ അത്രക്ക് വലിയൊരു വിരോധം. മുസ്ലിമാണോ? ഏത് വിനയിലും ഈ പറയുന്ന മന്ത്രിക്ക് ഇപ്പോഴും കിങ്കരന്മാരുണ്ടല്ലോ. പോലീസ് സേനയുടെ അകമ്പടി ഓടിയോടെയാണ് നടക്കുന്നത്. എന്നിട്ട് മാപ്പാണ് പറയുന്നത്. ഇതെങ്ങാണ് ഒരു മുസ്ലിം പറഞ്ഞെങ്കിൽ ആലോചിക്കേ, ഒരു മുസ്ലിം തലപ്പാവ് കെട്ടിയ ഒരു ഉസ്താദ് ഒരാളോ ഇങ്ങനെ വല്ല വർത്തമാനം പറഞ്ഞ അവൻ ഈ ജന്മത്ത് പുറം ലോകം കാണുമോ? ഒരിക്കലും കാണത്തില്ല. അതുകൊണ്ട് കൃത്യമായി ഇതൊക്കെ മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്താണ് ഇന്ത്യ എന്ന് മുസൽമാനെ പഠിപ്പിക്കാൻ ആരും മെനക്കെടരുത്. എന്താണ് ഇന്ത്യ എന്നും, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടായപ്പോൾ ആളുകൾ പറഞ്ഞല്ലോ, നിരീക്ഷകർ ബുദ്ധിരാക്ഷസന്മാർ പറഞ്ഞല്ലോ, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടായപ്പോൾ എൻ്റെ പാകിസ്ഥാനോട്ട് പോകാൻ അവസരം ഉണ്ടായിട്ടും സ്വന്തം രാജ്യത്തെ സ്നേഹിച്ച്, ഈ പിറന്ന മണ്ണിനെ സ്നേഹിച്ച് ഇവിടെ അടിയുറച്ചു നിന്നവരാണ് മുസൽമാന്മാർ. അവരെ ആരും രാജ്യസ്നേഹം പഠിപ്പിക്കേണ്ടതില്ല. ഞങ്ങളാണ് നിങ്ങളെ രാജ്യസ്നേഹം പഠിപ്പിക്കേണ്ടത്. ഇതിനു വേണ്ടി രക്തവും ഇതിനു വേണ്ടി സമ്പാദ്യവും ഒഴുക്കിയവരാണ് നമ്മുടെ മുൻഗാമികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്ത് ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഴുവൻ വർഗീയ വർത്തമാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ വർഗീയതകളെ തൊട്ടും എല്ലാവിധ ഛിദ്രതകളെ തൊട്ടും അല്ലാഹു കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഉദയത്തിന്റെ കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഗൗരവത്തിൽ ഉണർത്തുന്നു. പല ദുആകളുമുണ്ട്. കിഡ്നി പേഷ്യൻ്റായ ഒരാള് 25-ാം തീയതി അതിൻ്റെ മാറ്റൽ ശാസ്ത്രക്രിയയാണ്. നല്ല മജ്ലിസാണ്. പലരും ദുആ കൊണ്ട് പറയുന്നത് ഇവിടെ ദുആ ചെയ്താൽ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്നതാണല്ലോ, ഒരു ഇജാബത്ത് കിട്ടുമെന്ന ഉദ്ദേശത്തിലാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ ശിഫയും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നാളെ ഹജ്ജിന് പോകുന്നവരുണ്ട്. നമ്മുടെ മഹലിൽപ്പെട്ട് തന്നെ പലരും ഹജ്ജിന് പോയവരുണ്ട്. നാളെ തന്നെ 2 കുടുംബങ്ങൾ പോകാനിരിക്കുന്നവരുണ്ട്. നമ്മുടെ മഹലിനെ പ്രതികരിച്ചുകൊണ്ട് അവർ പോകുന്നു. നമ്മുടെ നാടിന്റെ ആളുകളായിട്ട് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി പോവുകയാണ്. അള്ളാഹുവിന്റെ അതിഥികളാണവർ. അള്ളാഹുവിന്റെ ഗസ്റ്റുകളാണവർ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പോയവർക്കും നാളെ പോകാനിരിക്കുന്നവർക്കും ഇനി പോകാനിരിക്കുന്നവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അള്ളാഹുവിന്റെ കാവലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അമലുകൾ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ആരോഗ്യവും എല്ലാവിധ ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ സമ്പത്തിന് അവരുടെ കുടുംബത്തിന് അല്ലാഹു തആല കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കർമ്മങ്ങളെല്ലാം വൃത്തിയായി ചെയ്ത് സംശുദ്ധമായ ഹൃദയത്തോടുകൂടി കബൂലായ ഹജ്ജോടുകൂടി ഉംറയോടുകൂടി സിയാറത്തോടുകൂടി ഈ നാട്ടിലോട്ട് തിരിച്ചു വരുവാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മഹലിന് വേണ്ടിയും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള എല്ലാവിധ കഴിവും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ചുപോയ പ്രിയപ്പെട്ട ജാഫർ സാഹിബ്, അതുപോലെ തന്നെ പണിക്ക് വീട്ടിൽ ഇബ്രാഹിമിക്ക 2 മരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് 2 പേർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബർ വിശാലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കൊന്ന് ഇബ്രാഹിമിക്ക് എപ്പോഴും ജുമാക്ക് ആ ഭാഗത്ത് ഇരിക്കുമായിരുന്നു. അവിടെ കസേരയിൽ ഇരിക്കുകയും നമ്മളോടൊക്കെ വലിയ സ്നേഹത്തിലായിരുന്നു. ഖബറിലാണ്. അല്ലാഹു തആല എല്ലാവിധ മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അടുത്ത ആഴ്ച ദുബായ് ജോലിക്ക് പോകുന്ന ഒരു സഹോദരൻ വിസിറ്റിന് പോവുകയാണ്. ബുദ്ധിമുട്ടുണ്ട് സാമ്പത്തികപരമായി. നല്ല ജോലി കിട്ടുവാനും അതിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് ഉസ്താദെ എനിക്കും ഭാര്യയ്ക്കും ഉംറക്ക് പോകണമെന്നും ആഗ്രഹമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ കടങ്ങളും ബുദ്ധിമുട്ടുകളും ദൂരീകരിക്കുമാറാകട്ടെ. നല്ല ജോലി, ഹൈറായ ജോലി നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നല്ല സമ്പാദ്യം കിട്ടി അതുകൊണ്ട് പരിശുദ്ധമായ കഅബ കാണുവാൻ, മദീന കാണുവാൻ അല്ലാഹു അദ്ദേഹത്തിനും ഭാര്യയ്ക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെ, അൽബിർ സ്കൂള് അൽഹംദുലില്ലാഹ് 3-4 സീറ്റും കൂടെ ഒഴിവുണ്ട്. അൽഹംദുലില്ലാഹ് വളരെ നല്ല രൂപത്തിൽ പോകുന്ന സ്കൂളാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ആളുകൾ 3.5 വയസ്സിന് 4 വയസ്സിനിടയ്ക്കുള്ളവരാണ്. കുട്ടികൾ അവസരമുണ്ട് ഓഫീസുമായിട്ട്, അൽബിറിന്റെ ഓഫീസുമായി ബന്ധപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംരംഭങ്ങൾ, മഹലിന്റെ സംരംഭങ്ങൾ, നമ്മുടെ സോളാർ പാനൽ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചവരുണ്ട്. അതുപോലെ തന്നെ ബൈത്തുൻ നൂർ ഭവന പദ്ധതിയിലേക്ക് സഹകരിച്ചു കൊണ്ടിരിക്കുന്നവർ, അതുപോലെ നമ്മുടെ പള്ളിക്ക് വേണ്ടിയിട്ട് കിണർ കുഴിച്ചു തരുന്നവർ, ഇതുമായി ബന്ധപ്പെട്ട ഇതിലേക്ക് ബക്കറ്റിലേക്ക് 1 രൂപ ഇടുന്ന ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ജോലിയിലും കുടുംബത്തിലും വലിയ ഖൈറും ബറക്കത്തും നിഅമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു AC വെച്ച ആളുകൾ എത്രയോ നിഅമത്തുകളാണ്. നമ്മുടെ കാരണവന്മാർ, അല്ലാഹു അവർക്കൊക്കെ തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണം അല്ലാഹ്, ഖബൂലാക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഉദ്ഹിയത്തിൽ പങ്കുചേരുവാൻ തൗഫീഖ് നൽകണം തമ്പുരാനെ. ഇബ്രാഹിം നബിയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. തൗഹീദും ഇഖ്ലാസും വറഉം ഖുശൂഉം അധികരിപ്പിക്കണം തമ്പുരാനെ. അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമായി ഉത്തമമായ മുസ്ലിമായി ഞങ്ങളെ മരിപ്പിക്കണം നാഥാ. അല്ലാഹുവേ, രോഗികളുണ്ട്, എല്ലാ രോഗികൾക്കും പരിപൂർണ ശിഫ നൽകണം അല്ലാഹ്. ആഫിയത്തും ആരോഗ്യവും നൽകണം തമ്പുരാനെ. പള്ളിയുടെ ചുറ്റും അന്തിയിറങ്ങുന്ന ഖബറാളികളടക്കം ഞങ്ങളടക്കം എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകണം തമ്പുരാനെ. പരിശുദ്ധമായ ഹജ്ജിന് പോയവർ, പോകാനിരിക്കുന്നവർ എല്ലാവർക്കും അവരുടെ വഴികൾ എളുപ്പമാക്കണം അല്ലാഹ്. മഖ്ബൂലും മബ്റൂറുമാക്കണം തമ്പുരാനെ. അല്ലാഹുവേ റഹ്മാനെ, ഞങ്ങളുടെ കച്ചവടം, ബിസിനസ്, ജോലി, വാഹനങ്ങൾ എല്ലാത്തിനും ഖൈറും ബറക്കത്തും നിഅമത്തും നൽകണം തമ്പുരാനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെയും മുറാദുകൾ ഹാസിലാക്കണം അല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധമായി ഈ നാടിന് ഐക്യം നൽകണം തമ്പുരാനെ. മതമൈത്രി നൽകണം തമ്പുരാനെ. ചിത്രയുടെ വർത്തമാനങ്ങളെ തൊട്ട് കാവല് നൽകണം തമ്പുരാനെ. എല്ലാവിധ മതസൗഹാർദ്ദവും സാഹോദര്യമുള്ള നാടാക്കണം തമ്പുരാനെ. ഇസ്സത്തിലാക്കണം അല്ലാഹ്.
അല്ലാഹുവേ പെട്ടെന്നുള്ള അപകടങ്ങൾ മുസീബത്തുകളെ തൊട്ട് കാവൽ നൽകണം നാഥ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.